ഇതായിരുന്നു കേട്ടോ നമ്മുടെ ടെൻറ്റിൻ്റെ തൊട്ട് സൈഡിൽ നോക്കി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഫുള്ള് കിളികളുടെ കരച്ചിലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ. ഫുള്ള് മാനുകൾ. വെളുപ്പാങ്കാലത്ത് തന്നെ വന്നിട്ട് കാണിക്കുന്നുണ്ട് ഊഞ്ഞാൽ അടിക്കളിക്കാൻ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ടെൻറ്റിൻ്റെ തൊട്ട് സൈഡിൽ നോക്കി നിറച്ച് മാൻകുട്ടികൾ. മാനുണ്ട്, കാട്ടുപന്നിയുണ്ട് കേട്ടോ. ഓടിപ്പോകുന്നോ ചെന്നോക്കാം. മാൻകുട്ടി ഒരാള് നമ്മളെ നോക്കണ്ടല്ലോ. നീ നോക്കണൊക്കെ ഫുള്ള് മാനും കാട്ടുപന്നിയൊക്കെയാണ്. ഇവര് പറഞ്ഞ റെഡ് ഫെൻസ് ഒക്കെ ഉണ്ടെന്നാണ്. ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ നടക്കണതൊക്കെ ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഫുള്ള് ഇങ്ങനെ ചുറ്റിക്കറങ്ങാനായിട്ട് കുറച്ചുണ്ട്. ഫുള്ള് ഇലക്ട്രിക് ഫെൻസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഈ മാനുകളും കാട്ടുപന്നിയൊക്കെ കയറി വരും എന്നാണ് ഇവർ പറയണത്. അവിടെ ഒരു മൈക്കുണ്ട്, നോക്കിയിട്ട് സൗണ്ട് ആണല്ലേ. അങ്ങനെ നമ്മൾ ആനയെ കണ്ടു. കണ്ടോ? ശരിക്കും അവിടെ ഒരു ആന ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും നല്ല ലോങ് ആയതുകൊണ്ട് നമുക്കത് ക്യാമറയിൽ കിട്ടുന്നുണ്ടായില്ല കേട്ടോ. ലാസ്റ്റ് കയറി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ ഒരു കാട്ടുപോത്തിൻ്റെ സ്കള്ളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു ഹട്ട് പോലെയൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്ടോ. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെയാണ്. ഇവിടെ മൊത്തം ഇലക്ട്രിക് ഫെൻസൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ നിറച്ച് മാനുകളുണ്ടായിട്ടാണ്. ഇത് സൈക്കിൾ ട്രാക്കാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ നടക്കാൻ ഇറങ്ങിയാണ്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഇതിലിറങ്ങി നടക്കുമ്പോൾ ഫുള്ള് ഈ കിളികളുടെയും ഇതിൻ്റെയൊക്കെ കരച്ചിൽ അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് മയിലായിരുന്നു കേട്ടോ ഇവിടെ. അതിൻ്റെ സൗണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേൾക്കാനായിട്ട്. അപ്പം അതേ നമ്മൾ ടെൻറ്റിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഒരാൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് പറന്ന് വന്നിട്ടാ. തൊട്ടടുത്തേ കൂടിയാണ് ഇങ്ങനെ പറന്ന് പോയത്. ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. അടിപൊളിയായിരുന്നു പറന്നിങ്ങനെ വന്ന കാണാനായിട്ട്. നമ്മളനങ്ങണ്ടാട്ടോ. ല്ലോ നമുക്ക് പോകാൻ എന്താ പറയുക. മയിലിനെ ഓടിച്ചേർന്നു. ഫോട്ടോ അപ്പോൾ അതേ നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളിലെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അറ്റത്താണ് നമ്മുടെ ടെൻറ്റ്. ഇതാണ് നമ്മുടെ ടെൻറ്റ്. കൊച്ചു കൊട്ടാരം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഇത്രയും സ്പേസ് പിന്നെയും ബാക്കി കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാറായി. നമുക്ക് 10 മണിയാണ് ടൈം പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെക്കൗട്ട് ചെയ്തിട്ട് ബാക്കി കാണാം. അപ്പോൾ അത് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം തമിഴ്നാട് ചെക്ക് പോസ്റ്റിലേക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് നേരെ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് ഏകദേശം എല്ലാം തീർന്നു. നമ്മളിപ്പോൾ ചെക്കൗട്ടിങ് ഞാൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ബസ് വന്നിട്ട് വേണം തിരിച്ചു പോകാൻ. KSRTC വന്നിട്ടുണ്ട്. അപ്പോൾ അത് നേരെ പറമ്പിക്കുളം ആ സൈഡിലേക്ക് പോയേക്കാനാണ്. അത് ഏകദേശം ഒരു 1 മണിയാവും തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 12 മണി എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ കട്ട പോസ്റ്റാണ്. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയാനെന്ന് വെച്ചാൽ ഈ ടോട്ടലി അടിപൊളിയായിരുന്നു. നമ്മുടെ സ്റ്റേ ആയാലും നമ്മളിവിടെ ടെൻറ്റ് ഹൗസാണ് എടുത്തത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടായിരിക്കുമല്ലോ. അടിപൊളി സ്റ്റേ ആയിരുന്നു. പിന്നെ ഫുഡായാലും നമുക്കിവിടെ ക്യാൻറ്റീനിൽ നിന്ന് ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. പിന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം എടുക്കുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള പാക്കേജും കൂടി എടുക്കാൻ നോക്കാം. അപ്പോൾ ഈവനിങ് സഫാരി നമ്മളിവിടെ നിന്ന് 2:30 സ്റ്റാർട്ട് ചെയ്തത്. ആ സഫാരി നമ്മൾ നോർമലി സ്റ്റേ ഇല്ലെങ്കിൽ നിങ്ങളൊരു 6:30 ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകേണ്ടി വരും. നമുക്കിപ്പോൾ ഇവിടെ സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 8:30ക്കാണ് നമ്മൾ തിരിച്ചെത്തിയത്. അപ്പോൾ അത്രയും ലേറ്റ് നൈറ്റ് ആവണതുകൊണ്ട് ആനിമൽ സൈറ്റിങ് കൂടുതലും കുറേ മൃഗങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. റോട്ടിൽ തന്നെ നമ്മൾ വണ്ടി പോകണോടത്ത് തന്നെ ഇഷ്ടംപോലെ കാട്ടുപോത്തും മാൻ പിന്നെ അതൊക്കെ കുറേ കണ്ടായിരുന്നു. പിന്നെ ലെപ്പേഡൊക്കെ ക്രോസ് ചെയ്ത് പോയിന്ന് ഡ്രൈവർ പറയാണ്. നമ്മൾ എത്തിയപ്പോഴേക്കും ടോർച്ചൊക്കെ അടിച്ച് നോക്കി, പക്ഷേ ഒന്നിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് എന്തായാലും ഒന്ന് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോവുക. അടിപൊളി സ്റ്റേ ആണ്.
പിന്നെ ഇപ്പോൾ വേനലായതുകൊണ്ട് കുറച്ച് മയിലിൻ്റെ കരച്ചിൽ. പിന്നെ നിറച്ച് മയിലുകളാണ് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടംപോലെ മയിലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ബസ്സിൻ്റെ ടൈം ഏകദേശം ആയിട്ടാ. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വന്നത്. അങ്ങനെ നമ്മൾ പറമ്പിക്കുളത്തിനോട് വീട് പറയുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തിരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇന്നലെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പിന്നെ തിരിച്ച് വേറെ വണ്ടി കയറി പോയത്. നമുക്കത് അറിയില്ല, നമ്മൾ ബൈക്ക് എടുത്താണ് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരണവർ ബൈക്ക് എടുക്കാതിരിക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ബൈക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചാൽ അല്ലെങ്കിൽ ബസ്സിനകത്ത് കയറി പോകേണ്ടി വരും. ബസ് എപ്പോഴും അങ്ങോട്ടേക്ക് ഇല്ല. ഏകദേശം ഒരു ഭയങ്കര ഗ്യാപ്പ് രാവിലെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് അങ്ങനെയൊക്കെ ഉള്ളു ബസ്. അപ്പോൾ ഈ കാര്യം ഇവിടെ ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ, ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.